الوعد الأمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ റബ്ബേ, നോമ്പ് നോറ്റ നിന്റെ അടിയാറുകൾ യാ അല്ലാഹ്, ഇതാ പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവിൽ നിന്നിലേക്ക് കൈകൾ നീട്ടിയിരിക്കുകയാണ്. ദുആഇന് വലിയ ഇജാബത്തുള്ള രാവാണല്ലോ. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്, ആഖിറത്തിലേക്ക് ഉപകാരമുള്ള അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പെരുന്നാൾ രാവ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, തന്ന രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. വയറിൽ വലിയ മുഴകൾ വന്നേ വിഷമിക്കുന്ന സഹോദരിമാരുണ്ട്. കാമിലായ ആജിലായ ശിഫായിനെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണിയായിരുന്ന സഹോദരി പെട്ടെന്ന് നടക്കാൻ കഴിയാതെ ആയിപ്പോയി. അല്ലാഹ് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. ഇപ്പൊ ആ സഹോദരി നടക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അല്ലാഹ്, ഒരു ഓപ്പറേഷനുമില്ലാതെ നീ ശിഫയാക്കണേ അല്ലാഹ്. അങ്ങനെ എത്ര ആളുകളാണ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. കാന്തപുരത്തെ അബ്ദുള്ള ഹാജിയുടെ ഭാര്യ എന്നും മദനീയം കേട്ടിരുന്ന ഉമ്മയാണ്. വല്ലാതെ ഈ വിനീതനെ സ്നേഹിച്ചിരുന്ന ഉമ്മയാണ്. അല്ലാഹുവേ, വയസ്സായ ആ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. റമളാനിന്റെ അവസാന ദിവസമാണ് ആ ഉമ്മ മരണപ്പെട്ടത്. ഈ പെരുന്നാളിന്റെ രാവ് ഉമ്മാന്റെ ഖബറിലാണ്. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. അങ്ങനെ ഞങ്ങളിൽ മരിച്ചുപോയ എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലാഹ്, എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും നീ മോശത്തരത്തിലാക്കല്ലേ അല്ലാഹ്. സർവബലാ മുസീബത്തുകളിൽ നിന്നോ നിന്നോട് ഞങ്ങളെ കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങള് പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും നീ മോശത്തരത്തിലാക്കല്ലേ അല്ലാഹ്. സർവബലാ മുസീബത്തുകളിൽ നിന്നോ നിന്നോട് ഞങ്ങളെ കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ കടക്കുമ്പോൾ, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ
ഈ വർഷം കഥേ പെരുന്നാളിന് കൂടെയുണ്ടായിരിക്കേണ്ടിയിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരില്ലേ? അല്ലാ അല്ലാ, എത്രയെത്ര കുടുംബങ്ങളാണ്, എത്രയെത്ര ഉപ്പമാര് നഷ്ടപ്പെട്ടവർ, എത്രയെത്ര ഉമ്മമാര് നഷ്ടപ്പെട്ടവർ. ഒരു വീട്ടിലെ ഭാര്യയും മക്കളും കുടുംബങ്ങളും 10ഓളം ആളുകൾ മരണപ്പെട്ടു പോയില്ലേ? അല്ലാ, എന്തൊരു വിഷമമാണ്. അങ്ങ് ഫലസ്തീനിൽ എത്ര ആളുകളാ മരണപ്പെട്ടത്? മ്യാൻമാറിലെ ഭൂകമ്പമുണ്ടായി 10,000 കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് വിവരം. അല്ലാ അല്ലാ, എന്തൊരു മരണങ്ങളാണ്. അതിലെത്ര മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. 500ഓളം പള്ളികൾ തകർന്നു പോയത്രേ. അല്ലാ അല്ലാ, വലിയ ദുരന്തമല്ലേ ഉണ്ടായത്. വയനാട് ദുരന്തത്തിൽ ഉപ്പയും ഉമ്മയും ഭർത്താവും ഭാര്യയും അങ്ങനെ പലരും മരണപ്പെട്ടു പോയവർ. ഒരു കുടുംബത്തിൽ നിന്ന് 10 ആളുകൾ മരണപ്പെട്ടവർ, 12 ആളുകൾ മരണപ്പെട്ടവർ. അവരവരുടെ കൂടെ ഈ പെരുന്നാളിലില്ലല്ലോ. അല്ലാഹുവേ, ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും അവരെ ഖബറിൽ നീ നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ നല്ല മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയവർ. മസൂദ് സഖാഫി ഉസ്താദിന്റെ ഭാര്യയും മക്കളും കുടുംബങ്ങളോ എത്ര വലിയ വേദനയിലാണ്. ഉസ്താദില്ലാത്തൊരു പെരുന്നാളല്ലേ അവർക്ക്. അങ്ങനെ ഓരോരുത്തരെയും ചിന്തിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് പൊട്ടുന്നു. അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ ഈ പെരുന്നാളിന്റെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം ഇത് പറയുമ്പോ കണ്ണിലൂടെ കണ്ണുനീരുകൾ വരുന്നുണ്ട്. പെരുന്നാളിന്റെ ആഘോഷങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും അല്ലാ, റമളാൻ കഴിഞ്ഞു പോയല്ലോ എന്ന വേദന ഞങ്ങൾക്കുണ്ട്. ഒരുപാട് റമളാൻ തരണേ അല്ലാ. അടുത്ത റമളാനിലും അടുത്ത പെരുന്നാളിലും ഞങ്ങൾക്ക് നീ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ അവസാനത്തെ പെരുന്നാളാക്കല്ലേ അല്ലാ. വലിയ പെരുന്നാളിന് പരിശുദ്ധമായ ഹറമിലാക്കണേ അല്ലാ. അറഫയിലാക്കണേ അല്ലാ. മുസ്ദലിഫയിലാക്കണേ അല്ലാ. മിനയിലാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ഞങ്ങളെ എത്ര ആളുകൾ മരിച്ച് ഖബറിലുണ്ട്. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഫലസ്തീനിൽ മരണപ്പെട്ടു പോയ മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. 50,000-ഓളം ആളുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി ആ ഫലസ്തീനിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാ. ഇന്നലെ നമ്മൾ നോമ്പിന്റെ നീയത്ത് വെച്ചിരുന്നു. ഇന്ന് നമുക്ക് നോമ്പിന്റെ നീയത്ത് വെക്കാൻ കഴിയുന്നില്ല.
ഒരുപാട് റമളാൻ തരണേ അല്ലാ, ഒരുപാട് റമളാൻ തരണേ അല്ലാ, ഒരുപാട് റമളാൻ തരണേ അല്ലാ. എല്ലാ സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും, ആയിനീയങ്ങളുടെ ആയിനിൽ നിന്നും, മുഫ്തിനീയങ്ങളുടെ ഫിത്നയിൽ നിന്നും, ലാലിമീയങ്ങളുടെ ദുൽമിൽ നിന്നും, സർവ ബലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ നല്ല മക്കളാക്കി തരണേ റഹ്മാനേ. സർവ കണ്ണീരിൽ നിന്നും, സർവ ബലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഒരു ബലായിലും ഒരു മുസീബത്തിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന